അവിടെ ഒരു CMO ഉണ്ടായിരുന്നു, മറ്റു ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരെ നിന്ന് അപ്പോൾ അറിയിച്ചിട്ടുള്ള ഒരു വിവരം. അനുഭവമില്ലെന്ന് എന്തനുഭവമില്ലെന്ന് അനുഭവമില്ലെങ്കിൽ കാശുവലി നിർത്തരുത്. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം. എന്നാ പിന്നെ ഇനി ഡോക്ടർമാരോടുകൂടി ഈ ആരോഗ്യമന്ത്രി എന്തും പറയും. ആരോഗ്യമന്ത്രിയുടെ അടുത്ത പ്രസ്താവന എല്ലാവരും കരാട്ടെ പഠിക്കണം, കളരിക്ക് പോകണമെന്ന്, കളരി കൂടി പഠിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം. എങ്ങനെയാണ് ഒരു ഡോക്ടർ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് വരുന്ന ഡോക്ടർക്ക് എന്താ കരാട്ടെ ക്ലാസ് കൊടുക്കണ്ട? സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇത് ഹൗസ് സർജൻസിയാണ്. MBBSൽ മറ്റേ ട്രെയിനിങ് കൊടുക്കണ്ട, വേറെ ഫിസിക്കൽ ട്രെയിനിങ് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മരിച്ചു പോയത്. ബെസ്റ്റ്, ഇതിനേക്കാളും നല്ല എക്സ്പ്ലനേഷൻ പറയില്ല പറയാൻ. നമസ്കാരം. കൊട്ടാരക്കരയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളത്തിന്റെ മനസാക്ഷി. ഇന്ന് പുലർച്ചെയാണ് സന്ദീപ് എന്നയാളുടെ ആക്രമണത്തിൽ 23-കാരിയായ വന്ദനാദാസ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ആക്രമണം. ഡോക്ടർ വന്ദനയെ പ്രതി സന്ദീപ് പിന്തുടർന്ന് തുരുതുരെ കുത്തി എന്ന് FIR-ൽ പറയുന്നു. പ്രകോപനം ഇല്ലാതെ പ്രതി വന്ദനയുടെ തലയിൽ ആദ്യം കുത്തി. അവശയായി നിലത്ത് വീണ വന്ദനയെ നിലത്തിട്ട് കുത്തി എന്നും FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. സംസ്ഥാന വ്യാപകമായ ഡോക്ടർമാർ നാളെ രാവിലെ 8 മണി വരെ പണിമുടക്ക് തുടരുകയാണ്. PG ഡോക്ടർമാരും MBBS വിദ്യാർത്ഥികളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിലാണ്. സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ സമരത്തിലാണ്. ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ സർക്കാരാണ് ഉത്തരവാദിയെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഡോക്ടർമാരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടണം. പോലീസ് മേധാവി വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വന്ദനയുടെ മരണത്തിന് ഉത്തരവാദിയാര്? കോൺഗ്രസ് നേതാവും ഡോക്ടറുമായ ശ്രീ SS ലാൽ, ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ IMA പ്രതിനിധി, ശരത് പ്രസാദ് CPIM പ്രതിനിധി, റിട്ടയേർഡ് SP സക്കറിയ ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ അസ്ലം സാഗർ HSA സെക്രട്ടറിയും ടെലിഫോണിൽ ഉണ്ടാകും. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കേരളത്തിന്റെ മനസാക്ഷി ഇപ്പോഴും മരവിച്ച ഘട്ടത്തിൽ തന്നെയാണ്. മൃതദേഹം ഒരു നോക്ക് കാണുവാനായി നിരവധി ആളുകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇപ്പോൾ എവിടെയാണ് മൃതദേഹം? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, ഏതാണ്ട് 8 മണിയോടുകൂടി മൃതദേഹം മുട്ടുചിറയ്ക്ക് സമീപമുള്ള വസതിയിൽ എത്തിച്ചു. ഇപ്പോൾ അവിടെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത്. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ. കോട്ടയത്തു നിന്നുള്ള മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ മൃതദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അനുഗമിച്ചിരുന്നു. അദ്ദേഹവും ഇവിടെ ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. വലിയ ഞെട്ടൽ തന്നെയാണ് ഈ നാട്ടുകാർക്ക് ഈ ഒരു സംഭവത്തിലുള്ളത്. കേവലം ഇവിടെയുള്ളവർക്ക് മാത്രമല്ല, കേരളമാകെ ഞെട്ടിയൊരു സംഭവമാണ് ഈ വന്ദനയുടെ മരണം, കൊലപാതകം എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി എത്തുന്നവർക്ക് ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെ പോലീസ് വിലയിരുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൽ സാധാരണ നിലയിലുള്ള ഒരു കൊലപാതകത്തിനപ്പുറത്തേക്ക് ഒരു ഡോക്ടർ തന്നെ, അതും കേവലം വലിയ സ്വപ്നങ്ങളുമായി MBBS പഠിച്ച് അതിലേക്ക് എത്തി പഠനം പൂർത്തിയാക്കിയ ഉടൻ കൊല്ലപ്പെടുന്ന ഒരു യുവ ആരോഗ്യ പ്രവർത്തക, ആ നിലയിൽ വൈകാരികമായി കൂടിയാണ് ഈ നാട്ടുകാർ ഈ ഒരു മരണത്തെ എടുത്ത് കാണുകയും ചെയ്യുന്നത്. ഒരേ ഒരു മകളാണ് വന്ദനാദാസ് എന്നുള്ളതാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അച്ഛനും അമ്മയും ഒക്കെ തളർന്നാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സാഹചര്യവും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സാഹചര്യവും അത് തന്നെയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്രീജിത്ത് പങ്കുവച്ചത്. ഞാൻ ശരത് പ്രസാദിലേക്ക് പോവുകയാണ്. ശരത് പ്രസാദ്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വാർത്ത ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കണ്ടത്. ജനങ്ങളുടെ ജീവന് രക്ഷ നൽകേണ്ട ഒരു ഡോക്ടറെ അതിക്രൂരമായി കൊല ചെയ്യുന്നു.
അതിനുശേഷമുണ്ടായ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 23 വയസ്സുള്ള ഒരു ഹൗസ് സർജന്റ് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമെന്നത് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ അനുഭവ സമ്പത്തില്ലായ്മയെ കോട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവത്തെ ലഘൂകരിക്കുകയാണോ സർക്കാർ? അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ ഹൗസ് സർജൻസി വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ അതിക്രൂരമായ കൊലപാതകത്തിലൂടെ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയ പൈതൃകമുള്ള ഒരു മേഖലയാണ്. ഇപ്പൊ സമീപകാലത്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട നാടാണ് കേരളം. അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി അഹോരാത്രം വർക്ക് ചെയ്ത ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നാടാണ് നമ്മുടെ. ഒരിക്കലും ആരോഗ്യ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. കേരളം പോലെ ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണിത്. ഡിവൈഎഫ്ഐയും CPIയും തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവത്തെ അപലപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായി ഇപ്പോ ഇത്തരത്തിലുള്ള പ്രതികളെ തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. നിപ്പ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ കോവിഡ് സമയത്ത് പ്രളയകാലത്ത് ഒക്കെ ആരോഗ്യ മേഖല വളരെ ഉണർന്നു പ്രവർത്തിക്കുകയും അതിനൊക്കെ കൈയടിച്ചവരാണ് കേരളത്തിന്റെ പൊതുസമൂഹം. പക്ഷേ ഇത്തരത്തിൽ ഒരു മരണമുണ്ടാകുമ്പോൾ ആ വിഷയത്തെ കൃത്യമായാണോ ആരോഗ്യമന്ത്രി അഡ്രസ് ചെയ്തത് എന്നാണ് സംശയം. അല്ല, ആരോഗ്യമന്ത്രി സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്രയുള്ളൂ, ഒരു ഹൗസ് സർജൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുള്ളത് മാത്രമാണ് അവര് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് വാക്കുകൾക്കിടയിൽ വായിക്കേണ്ടുന്ന കാര്യമില്ല. പക്ഷേ ഈ എക്സ്പീരിയൻസിന് കുറവായ ഒരാൾ ചികിത്സിക്കുന്നു, അവിടെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, അങ്ങനെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെടുമ്പോൾ എക്സ്പീരിയൻസ് കുറവായ ഒരു ഡോക്ടർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ചികിത്സാ പിഴവായിരുന്നു എങ്കിൽ ചികിത്സയ്ക്ക് ഏതെങ്കിലും പിഴവ് പറ്റുകയോ ഈ രോഗിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുകയോ ചെയ്താൽ നമുക്ക് ഈ വിഷയത്തെ അതേ രീതിയിൽ കോട്ട് ചെയ്യാം. നിങ്ങൾ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഈ ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത്? ഇത്തരം ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ മനസാക്ഷിയുള്ള ഞങ്ങളല്ല ശരത്ത് കെട്ടിവെച്ചത്. താങ്കൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ഹൗസ് സർജൻ വിദ്യാർത്ഥികൾ അവരുടെ പ്രതിനിധി ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവരൊന്നടങ്കം കൈയടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഞങ്ങളെ ഈ സേവനത്തിൽ നിന്ന് ഒഴിവാക്കൂ. മന്ത്രി മാപ്പ് പറയണമെന്ന് പറയുന്നത് മാധ്യമങ്ങളല്ല, അവരുടെ പ്രതിനിധികളാണ്. അല്ല, ഹൗസ് സർജൻസ്മാരെ സംബന്ധിച്ചിടത്തോളം അവര് സ്റ്റുഡൻസ് ആണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരെ MBBS വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അവസാന ഘട്ടമാണ് ഹൗസ് സർജൻസ്. നമ്മുടെ സമൂഹത്തിനകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ, ആരോഗ്യ മേഖല മുന്നോട്ട് പോകണമെങ്കിൽ ഹൗസ് സർജൻസ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ അധ്യാപക മെഡിക്കൽ പരിശീലനം നേടുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ഡോക്ടർമാരായി മാറുന്നത്. അത് ഇനി ഹൗസ് സർജൻസ് ആയാലും ഡോക്ടർമാരായാലും ആരായാലും ഇത്തരത്തിലൊരു അതിക്രമത്തിന് വിധേയപ്പെട്ട് കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതൊരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ശ്രമിക്കേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുന്നത് ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാറിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീജിത്ത് എൻ കുമാർ, ഇവിടെ ശരത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു, ആരോഗ്യ കേരളം പല സൂചികകളിലും രാജ്യത്തിന് മാതൃകയാണ്. പക്ഷേ IMA തന്നെ എത്രയോ പരാതികൾ സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നിരവധിയായ അക്രമ സംഭവങ്ങൾ, കായംകുളത്ത് താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരനും ഗാർഡിനും കുത്തേറ്റ സംഭവം, ഫോർട്ട് ആശുപത്രിയിൽ ഈ ജയിലിൽ നിന്ന് തന്നെ എത്തിച്ച രോഗി അക്രമാസക്തനായ സംഭവം, ഇങ്ങനെ ആഴ്ചയിൽ ഒരു വാർത്തയെങ്കിലും പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആരോഗ്യ പ്രവർത്തകർ അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്. ഇത് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിനെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി സമീപിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമായിരുന്നു. നമുക്ക് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ആരോഗ്യ മേഖല സ്തബ്ധിച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഏറെ നാളായി ഈ മുറവിളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മള് സാധാരണ പറയും, ഒരു സിംറ്റം കാണുമ്പോൾ
നമുക്ക് അത് എത്രത്തോളം ഗുരുതരമാകാം എന്ന് തിരിച്ചറിയുവാൻ കെൽപ്പുള്ള അതിനുള്ള പരിശീലനം സിദ്ധിച്ച ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. അപ്പൊ ഈ ഒരു ലക്ഷണം എത്ര ഗൗരവതരമാകാം എന്ന് നാം മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതില് ഏറ്റവും ദാരുണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഔട്ട്കമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഉണ്ടായിരിക്കുന്നത്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത് മാതിരി നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ, ഏറ്റവും ഒടുവിൽ കോഴിക്കോടുണ്ടായ ഡോക്ടറെ കൈകാര്യം ചെയ്തിട്ട് ഒരു വളരെ മുതിർന്ന ഹൃദ്രോഗ വിദഗ്ധനെ കൈകാര്യം നിഷ്ഠൂരം അടിച്ചു പരിക്കേൽപ്പിച്ചിട്ട് മെഡിക്കൽ പ്രൊഫഷൻ 24 മണിക്കൂർ ശക്തമായ ഒരു സമരം നടത്തിയിരുന്നു. ഈ സമരമൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഇപ്പോഴും IMA സമരത്തിലാണ്, നാളെയും സമരം തുടരുകയാണ്. പക്ഷേ ഇത് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് എന്ന് തീർച്ചയായിട്ടും സർക്കാരും പൊതുസമൂഹവും ഭരണാധികാരികളും ഉറച്ചു ചിന്തിക്കണം. കാരണം ഇവിടെ നഷ്ടം സംഭവിക്കുന്നത്, ഇന്ന് ഏറ്റവും വലിയൊരു നഷ്ടം കേരളത്തിന് സംഭവിച്ചു. മെഡിക്കൽ പ്രൊഫഷന് സംഭവിച്ചു, വന്ദനയുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ചു. പക്ഷെ അതിനേക്കാൾ വലിയ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിലെ പൊതുജനാരോഗ്യത്തിനാണ്. ഈ ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ഈ ഒരു കാര്യം നോക്കൂ. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എല്ലാവരും മൂടിപ്പൊതച്ചുറങ്ങുന്ന ഒരു സമയത്ത് 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണർന്നിരുന്ന് അവരെ ചികിത്സിക്കുകയാണ്. ആ ചികിത്സിക്കുന്നതിന്റെ ക്ലിപ്പിങ്ങുകൾ നമ്മൾ ചില മാധ്യമങ്ങളിൽ ഇന്ന് കണ്ടു. എത്ര നിഷ്കളങ്കയായിട്ടാണ് അവരും ഡോക്ടർ വന്ദനയോടൊപ്പമുള്ള ടീമും ആ ഒരു രോഗിയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് രോഗി പ്രൊവോക്ട് ആകുന്നു. എന്നിട്ട് ചുറ്റും പോലീസുകാരുണ്ട്, സെക്യൂരിറ്റി ആൾക്കാരുണ്ട്. പക്ഷെ ആരും സഹായത്തിനെത്തില്ല. നിരാലംബയായ ഒരു പിഞ്ചു പെൺകുട്ടി നിഷ്ഠൂരമായി വധിക്കപ്പെടുന്നു. അതും വെളുപ്പാങ്കാല സമയത്ത് കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രി. അപ്പൊ ഇത് എന്ത് മനോധൈര്യത്തോടെ! അതുകൊണ്ടാണ് ആയിരക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളും യുവ ഡോക്ടർമാരും ഇന്ന് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആ പ്രതിയെ കൊണ്ടുചെന്നപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു. കേരളത്തിൽ ഉടനീളം ഈ പ്രതിഷേധം ഉണ്ടാവുകയാണ്. സെക്രട്ടറിയേറ്റ് നടയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആരും ഒരു ആഹ്വാനം നൽകാതെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ഡോക്ടർമാരും സമരരംഗത്താണ് എന്നുള്ളത്. അപ്പൊ ഇത്രയും ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുന്നെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം ജീവൻ, ഈ സേവന സന്നദ്ധരായിരിക്കുന്നവർക്ക് സ്വന്തം ജീവൻ നിലനിർത്തുവാൻ വേണ്ടി പോരാടേണ്ടി വരുന്നു. 2, ഞങ്ങളുടെ പ്രൊഫഷനാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. ആ ജീവൻ രക്ഷിക്കാൻ വെളുപ്പാങ്കാലത്തായാലും അർദ്ധരാത്രിയായാലും പകൽ സമയത്തായാലും അതിന് പറ്റിയ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇത് മാറേണ്ടതുണ്ട്. ഇതിന് ആശുപത്രി ഭേദഗതി. അവിടെയാണ് ഡോക്ടർ ശ്രീജിത്ത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇതിപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അക്രമ സംഭവങ്ങളുമെല്ലാം മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ പരിഗണന നൽകിക്കൊണ്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇത് എത്രയോ സംഭവങ്ങളാകുന്നു. ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു വർഷം 138 ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരകൾ ആക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഈ മുരളി തുമ്മാരുകുടിയെ പോലെയുള്ള ആളുകൾ ഒരു പ്രവചനം തന്നെ നടത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒക്കെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം, അത് സർക്കാർ സംവിധാനത്തിന് അറിയാതെ പോകുന്നുണ്ടോ? അല്ല, സർക്കാർ IMA നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമ ഭേദഗതി IMA മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, മറ്റ് സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഭേദഗതി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. പക്ഷെ അത് മതിയാകുന്നില്ല. ഇവിടെ നിയമം അഥവാ നിയമത്തിനൊരു കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഓർഡിനൻസ് തന്നെ ഉണ്ടാകണം. അപ്പൊ ഇന്ന് നടന്നിരിക്കുന്ന പ്രാരംഭമായിട്ടുള്ള ചർച്ചകളിലും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമക്ഷവും ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഇത് ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒന്ന്, അടിയന്തരമായി ഒരു ഓർഡിനൻസ് മൂലം ഇത് നടപ്പിലാക്കണം. സാധിക്കുമെങ്കിൽ 24 or 48 മണിക്കൂറിനുള്ളിൽ അത് നടപ്പിലാക്കണം. കാരണം അത്രയും അടിയന്തരമായ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. 2, ആശുപത്രികൾ സംരക്ഷണ മേഖലകളാകണം. ഇന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം മറ്റ് ഏത് മേഖലയിൽ ഉണ്ടാകുന്നു? വിമാനത്താവളങ്ങളിലില്ല, പോലീസ് സ്റ്റേഷനിലില്ല, റെയിൽവേ സ്റ്റേഷനിലില്ല, സർക്കാർ ആശുപത്രിയിലില്ല, എന്തിനേറെ ദൂരദർശനും ആകാശവാണിയിൽ പോലും ഒരാൾക്ക് കയറി ചെല്ലാൻ സാധിക്കില്ല, ISROയിൽ കയറി ചെല്ലാൻ സാധിക്കില്ല. അപ്പോ ഈ ഒരു മേഖലയിലും ഉണ്ടാകാതെ ഈ ആരോഗ്യ മേഖലയിൽ മാത്രം ഇത്തരത്തിൽ സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കണമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതും നാം തിരിച്ചറിയണം. അതാണ് രണ്ടാമത് വേണ്ടത്. മാത്രവുമല്ല, പൊതുസമൂഹം ഇത് ഏറ്റെടുക്കണം. കാരണം ഇവിടെ പൊതുജനങ്ങൾക്കുള്ള നല്ല ചികിത്സ നൽകുവാനുള്ള സാഹചര്യമാണ് ഇല്ലാതാകുന്നത്. അപ്പോ ഇന്നും ചില ആൾക്കാരൊക്കെ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നത് കണ്ടു. ഡോക്ടറിനല്ലേ സംഭവിച്ചത്? ചില അടി നടക്കുമ്പോഴേക്ക് അതിന്റെ താഴെ
ചില ജനപ്രതിനിധികൾ തന്നെ പറയുന്നു ഡോക്ടർമാർക്ക് തള്ളിക്കിട്ടേണ്ടവരാണ്. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ആയിരക്കണക്കിന് 10,000-കണക്കിന് ജീവനുകൾ രക്ഷിക്കുന്ന ഒരു സമൂഹത്തെ ഇങ്ങനെ കരിവാരിത്തേക്കുകയും അവഹേളിക്കുകയും ആക്രമിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഇന്നേ മതിയാകും. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ SS ലാൽ, ഇവിടെ ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ പൊതുസമൂഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും ഉറ്റവരോ ഉടയവരോ ആയിട്ടുള്ള രോഗികൾക്ക് കൃത്യമായ ഒരു ചികിത്സ ലഭിക്കുന്നില്ല എന്ന സംശയമുണ്ടായാൽ പോലും അവർ പ്രകോപിതരാകാം. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ പ്രകോപനത്തിന് ചില അതിർവരമ്പുകൾ ഉണ്ടാകണം. ഈ തരത്തിൽ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുക, അവരെ മർദ്ദിക്കുക എന്നതൊന്നും അംഗീകരിക്കാനാവില്ല. അത് ഇനിയിപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടായാൽ പോലും അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോടതി പറഞ്ഞത് എന്താണ്? ഡോക്ടർമാർക്ക് സുരക്ഷ നൽകാൻ പറ്റുന്നില്ല എങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടണം എന്നാണ്. അപ്പോൾ ആരാണ് സുരക്ഷ നൽകേണ്ടത്? അതാണ് ഈ വിഷയം. ഇപ്പൊ ഡോക്ടർ ശ്രീജിത്ത് IMAയുടെ പ്രതിനിധി പറഞ്ഞത് അവിടെ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണത്. ഇതിപ്പോ ഒരു ഡോക്ടർ രോഗി വിഷയമായിട്ട് ചുരുക്കി കാണാൻ ശ്രമിച്ചാൽ അത് സർക്കാരിന്റെ ഒരു രക്ഷപ്പെടലിന്റെ കാര്യമായി മാറും. ഇതിപ്പോ ഈ ആശുപത്രിയിലെ ഈ സംഭവം ഉൾപ്പെടെ ഏത് വിഷയത്തിലും ഒരു ഡോക്ടറെ തല്ലാനായിട്ട് രോഗി വരുന്നതല്ല. നമ്മൾ ആശുപത്രികളിൽ മാനസിക രോഗികൾ വരും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ വരും, മദ്യപാനം നടത്തുന്നവർ വരും, അല്ലെങ്കിൽ അക്രമാസക്തരായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവർ വരും. അപ്പോൾ അവരെല്ലാവരെയും ചികിത്സിക്കാൻ മെഡിക്കൽ ഫീൽഡ് ട്രെയിൻഡാണ്. ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു പ്രതി ഒരു കൊലപാതകം നടത്തിയിട്ട് വന്നാലും അയാളെ നമ്മളെ മുന്നിൽ രോഗിയായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ രോഗിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറ്റിപ്പോയിരിക്കുന്നത് സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇപ്പൊ ഇതേ ആശുപത്രിയിൽ തന്നെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഇതുപോലെ സംഭവം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. മറ്റൊരാശുപത്രി ഉണ്ടാകില്ല എന്ന് ഉറപ്പില്ല. അപ്പൊ സിസ്റ്റത്തിന്റെ പരാജയമാണ്. അവിടെയാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വം വരുന്നത്. ഒരു മന്ത്രിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയം ആ അർത്ഥത്തിലല്ല ഇതിനെ കാണേണ്ടത്. ഈ ഗവൺമെന്റിനെ പറ്റി പറയുന്നത് ഈ ഗവൺമെന്റ് 7 വർഷമായി. ഇപ്പൊ 2012 നിയമത്തിന് പല്ലും നഖവും ഇല്ല. അതിനെപ്പറ്റി IMA പറയുന്നു, ഡോക്ടർമാർ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ നടപടി ഉണ്ടാകാതിരുന്നത് കൊണ്ട് ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട്. അവിടെയാണ് ഗവൺമെന്റ് കുറ്റക്കാരാകുന്നത്. ഇപ്പൊ മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോ നമ്മള് രാഷ്ട്രീയക്കാര് വിമർശിക്കുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും ന്യായീകരിക്കുക അല്ല, അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോ ശ്രീമതി വീണ ജോർജിന് എന്തും പറയാം. പക്ഷെ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്, കേരള സർക്കാരാണ്. അപ്പൊ അവിടെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ അത് അവരെ തിരുത്തിയാൽ മതി. ഇപ്പോ പരിചയക്കുറവെന്ന് പറയുന്നത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ചികിത്സയിലാണ് പരാജയമെങ്കിൽ പരിചയക്കുറവെന്ന് പറയാം. പക്ഷേ മെഡിക്കൽ കോളേജിൽ അടിതടയോ കരാട്ടയോ കളരിയോ ഒന്നും അല്ല പഠിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വളരെ സീനിയറായിട്ടുള്ള ഞങ്ങളെപ്പോൾ ഡോക്ടർമാരാണെങ്കിലും ഭയന്നു പോകും. നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ്? അതെ, ആശുപത്രിയിൽ ആക്രമിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കും കൂടി ഉള്ളതാണ് ആശുപത്രി. അപ്പൊ അവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കണം. ആശുപത്രിയിലെ സുരക്ഷാ പ്രവർത്തകർ എവിടെയായിരുന്നു? ഇതുപോലൊരു വലിയൊരു ആശുപത്രിയിൽ ഇതേതാണ്? സർക്കാർ ആശുപത്രിയാണ്. ആരെ ഈ സർക്കാർ ആശുപത്രി പോകുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ടവനാണ്. അവിടെ നിന്ന് ഡോക്ടറെ കുത്തുകൊണ്ട് അതൊരു രോഗിക്ക് ആ കുത്തുകൊള്ളാം, ഒരു കൂട്ടിരിപ്പുകാരനെ കുത്തുകൊള്ളാം. അപ്പോൾ അതുപോലത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ രാത്രിയിൽ അവിടെ സംരക്ഷണത്തിന് ആരുമില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ സംവിധാന രാഷ്ട്രീയമല്ല ഈ പറയുന്നത്. ആരോഗ്യ വകുപ്പിന്റെ പരാജയമുണ്ട് അവിടെ. അപ്പൊ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മള് ഈ ചെറിയ ഒരു ഡോക്ടർ രോഗി വിഷയമായിട്ട് അതിനെ ചുരുക്കി അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിക്കരുത്. ഇത് വലിയ പ്രശ്നത്തിന്റെ വലിയൊരു പരാജയത്തിന്, സർക്കാർ സംവിധാനങ്ങളുടെ പരാജയത്തിന്റെ ബാഹ്യലക്ഷണങ്ങളാണ്. പക്ഷേ അവിടെ ഡോക്ടർ SS ലാൽ പലപ്പോഴും ഇത്തരം ചർച്ചകളടക്കം ഉയർന്നു വരുമ്പോൾ ഈ ഡോക്ടർ രോഗി അനുവാദം ഉൾപ്പെടെയുള്ളവയെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം കൂടി ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ആ വിഷയമുണ്ട്. ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കണ്ടപ്പോൾ അയാൾ പറയുന്ന ദിവസം അവർ 2 പേരായിട്ട് 600 പേരെയാണ് കാണുന്നതെന്ന്. 600 രോഗികളെ എങ്ങനെ മനുഷ്യൻ സാധ്യമായിട്ട് പറ്റുക? ഇതിൽ ആരെ വേണ്ട? സർക്കാർ ഡോക്ടറാണ്, സർക്കാർ ആശുപത്രിയാണ്. ആരോടും പറയാൻ പറ്റും നാളെ വരാനായിട്ട്? അപ്പൊ ഇതൊരു പ്രശ്നമാണ്. ഗവൺമെന്റ് 7 വർഷമായല്ലോ, ഒരു ഡോക്ടറെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ? കോവിഡ് സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ
2000-ൽ പരം സ്റ്റാഫിനെ വേണമെന്ന് മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടു. ഒരാളെ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പപ്പോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പരിഹാരമായിട്ട് ലോക്കൽ പരിഹാരമല്ല വേണ്ടത്. ആരോഗ്യവകുപ്പിൽ ഒരുപാട് അനാസ്ഥയുണ്ട്, കെടുകാര്യസ്ഥയുണ്ട്. ആരോഗ്യവകുപ്പിന് സമഗ്രമായിട്ട് പരിഷ്കരിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് തീർച്ചയായും ഞങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ഇത്തരം റിപ്പോർട്ടുകൾ നിരന്തരം പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ ചെയ്യുക, തുറന്നു കാണിക്കുക എന്നതിനപ്പുറത്ത് ഭരണ സംവിധാനങ്ങൾക്കാണ് ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കുക. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സക്കറിയ ജോർജ് കൂടി, റിട്ടയർഡ് SP കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. സാർ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഈ സോഷ്യൽ മീഡിയകളിൽ അടക്കം ചില പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഡോക്ടർ പ്രതിഭ നടത്തിയ ഒരു നിയമ പോരാട്ടം, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രോഗിയെ എത്തിക്കുമ്പോൾ പോലീസ് അകലം പാലിക്കണമെന്നൊക്കെയുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല എനിക്കടക്കം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലൊക്കെ പോലീസ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയൊക്കെ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് വലുതായി മാറുമ്പോൾ അങ്ങനെയല്ല. പോലീസ് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുമെന്നൊരു ആത്മവിശ്വാസമാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗി, അയാളുടെ കൂട്ടിരിപ്പുകാരൻ, അങ്ങനെ ഒരു ആക്രമണമല്ല ഉണ്ടായത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസ് കൊണ്ടുവന്ന ഒരാൾ അതിക്രൂരമായ ഒരു ഡോക്ടറെ മർദ്ദിക്കുന്നു. എന്തു നോക്കി നിൽക്കുകയായിരുന്നു എന്ന് പോലീസ് ചോദിച്ചാൽ അതിനെ ഏത് നിലയിലാണ് കാണേണ്ടത്? അതൊരു കുറ്റപ്പെടുത്തലോ പർവ്വതീകരിക്കലോ ഒക്കെയാണോ ശ്രീ സക്കറിയ ജോർജ്? വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇത്. നമ്മള് കേരള സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. കാരണം ലൈഫിൽ അങ്ങോട്ട് എത്തി തുടങ്ങിയതേ ഉള്ളൂ. ഒഫീഷ്യൽ കരിയറിൽ ആളെയാണ് ലൈഫ് നിപ്പ് ചെയ്ത് കളഞ്ഞത്, മുളയിലെ നുള്ളിക്കളഞ്ഞു. അപ്പൊ ഇത് ചെയ്ത 3 ആസ്പെക്ട് അതിനകത്തുണ്ട്. ഒന്ന്, പോലീസുകാരന്റെ പ്രധാന ജോലി ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ പോലീസ് ഇടപെടേണ്ടതായിരുന്നു അപ്രോപ്രിയേറ്റ് ടൈമിൽ. ഒരാള് ജീവപര്യന്തമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അതായത് വധശിക്ഷ ഉള്ള കുറ്റം ചെയ്യുന്ന ഒരാളിനെ അയാളുടെ മരണത്തിന് വരെ ഇടയാക്കിക്കൊണ്ട് പോലീസിന് അതിൽ ഇടപെടാമെന്ന് CRPC പ്രൊവിഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പോകുമ്പോൾ പോലീസ് ആംഡ് അല്ലാത്തത് കൊണ്ട് പോലീസിന് ഇവരെ ഓവർകം ചെയ്യാനായിട്ട് പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇയാളൊരു ഡ്രഗ് യൂസർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അയാളെ ഓവർ പവർ ചെയ്യും. കാര്യം നമുക്ക് അറിയാം, മദ്യപിക്കുന്ന ആൾക്കാരും അതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരും ഒക്കെ വളരെ വയലന്റ് ആയിരിക്കും. അവിടെ ബിഹേവിയർ വളരെ അബ്രപ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇങ്ങനത്തെ ബിഹേവിയർ ഡീവിയേഷൻ, വ്യത്യസ്തമായ സ്വഭാവം പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസിന്, ഞാൻ നേരത്തെ ചർച്ചയെ പറഞ്ഞിരുന്നു, പോലീസിന് വെടിവെക്കാനായിട്ട് റബ്ബർ ബുള്ളറ്റ് ഉള്ള തോക്കും ബുള്ളറ്റ്സും കൊടുക്കണം. അടുത്തത് പെപ്പർ സ്പ്രേയും കൊടുക്കണം. കാര്യം ഇവരെ പെട്ടെന്ന് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അവരെ നിർജീവമാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാര്യം പെട്ടെന്നുള്ള അവരുടെ റിയാക്ഷനിൽ പോലീസ് ആക്ട് ചെയ്യണമെങ്കിൽ പോലീസ് വെൽ എക്വിപ്ഡ് ആയിരിക്കണം. അതുപോലെ ഇലക്ട്രിക് ഷോക്ക് ബാറ്റണും അവിടെ പോലീസിന് കൊടുക്കേണ്ടതാണ്. പോലീസ് അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഹാൻഡ് കഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇയാളെ ഹാൻഡ് കഫ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. കാര്യം അയാൾ ഇതിനകത്ത് ഇൻജേർഡ് ആണ്. അപ്പൊ അയാളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോയപ്പോൾ ഇയാൾക്ക് പരിക്ക് പറ്റി, ഇയാൾ പ്രതിയാണോ എന്നൊന്നും പോലീസിന്, ഈ മിക്കവാറും പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കില്ല. രാത്രിയിലൊക്കെ അവരവിടെ സ്റ്റേഷനിൽ എമർജൻസി ഡ്യൂട്ടി ആയിട്ടൊക്കെ റെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ആ സീനിൽ പോയവർ വേറെ ആൾക്കാരായിരിക്കും. അവർക്ക് ഈ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ കണ്ടിട്ടില്ല. അപ്പൊ അവർ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു കോഷ്യസ്നെസ് വേണം. കാരണം ഇയാൾ ഏതൊക്കെ രീതിയിൽ പെരുമാറും എന്നുള്ളത്. പെട്ടെന്ന് കയറി ഹാൻഡ് കഫ് ചെയ്യാൻ പറ്റത്തില്ല. ഹാൻഡ് കഫിങ് ഈസ് അഗൈൻസ്റ്റ് ദ ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ പിന്നെ അയാൾക്ക് സെൻസിബിൾ റീസണബിൾ ആണെന്ന് തോന്നിയാൽ അയാൾക്ക് ഹാൻഡ് കഫ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഇതൊരു വളരെ ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ്. കാരണം നമ്മൾ കണ്ടു അത്തിക് മുഹമ്മദിനെ XMPയെ വെടിവെച്ച് കൊല്ലാന് ആ അവസരം ഉണ്ടാകുമ്പോൾ അയാളെ ചെയിൻ ഇട്ടേക്കുവാണ്, കയ്യിലും വിലം കൊണ്ട് ചെയിൻ ഇട്ടേക്കുവാണ് UPയില്. ഇവിടെ ആണെങ്കിൽ ഹാൻഡ് കഫ് ഒന്നും ഇടാനായിട്ട്. പക്ഷേ ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ഉണ്ടാകുന്ന, അതായത് ഇപ്പോൾ അടക്കം ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ പോലീസുകാരെ പ്രതിമർദ്ദിക്കുമ്പോൾ തന്നെ പോലീസുകാർ ആ മുറിയിൽ നിന്ന് മാറുകയാണ്. അവിടെ നിന്ന് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു.
ഈ ഡോക്ടറായ പെൺകുട്ടി വന്ദന മാത്രം ആ മുറിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്രമണം ഉണ്ടായാൽ ഓടുക എന്നതാണോ? സ്വാഭാവികമായും അവരുടെ ജീവൻ അപകടത്തിലായാൽ പോലും ഒപ്പമുള്ളവർക്ക് സുരക്ഷ നൽകുക എന്നൊരു ഉത്തരവാദിത്വം പോലീസിനില്ലേ? തീർച്ചയായിട്ടും പോലീസ് അത് ഡിഫെൻഡ് ചെയ്യും. ഈ ഡോക്ടറെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പോലീസിനെ എക്വിപ്പ് ചെയ്യണം. അത് എടുക്കേണ്ടത് പോലീസിന്റെ ഭരണ നേതൃത്വമാണ്. ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി പോലീസ് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നില്ല. നമുക്കറിയാം, കണ്ണൂരൊക്കെ ആണെങ്കിൽ MLA-മാരും MP-മാരും ഒക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസിനെ ത്രട്ടൺ ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ഒരു ഡീമോറലൈസ് ഫോഴ്സ് ആണ്. നമുക്കറിയാം തൃശ്ശൂർ സൈഡില് പിന്നെ ആ വ്യക്തി പിന്നെ MLA ആയിട്ട് നിയമസഭ വന്നു, അവിടെ കയറി SI അടിക്കുവാണ്. അപ്പൊ ഇതെല്ലായിടത്തും വയലൻസ് ഉണ്ട്. നമുക്ക് അൺറൂളി ആയിട്ടുള്ള ഒത്തിരി സിറ്റിസൺസ് ഉണ്ട്. പലപ്പോഴും അവരാണ് ഉയർന്ന കസേരയിൽ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ് ഇതുപോലെ ഡീജനറേറ്റഡ് ആയതുകൊണ്ട് ഈ പറയുന്ന മര്യാദയില്ലാത്തവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നു. അവരാണ് പിന്നെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അവർക്ക് മര്യാദയുള്ള ജനങ്ങൾക്ക് വേണ്ടി, ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് നല്ല ഉത്തമമായ തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു, അല്ലാതെ ഒരിക്കലും നമ്മുടെ സിസ്റ്റം നന്നാകാൻ പോകുന്നില്ല. അതാണ് എന്തായാലും ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുക, അവർ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ സിസ്റ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാകാതെ ഉപരിപ്ലവമായി ഓരോ വിഷയങ്ങളെയും സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഹൗസ് സർജന്റ് വിദ്യാർത്ഥികളും ഡോക്ടർമാർ അടക്കമുള്ളവർ അടുത്ത ഘട്ടത്തിൽ പങ്കുചേരും. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ വന്ദനയുടെ മരണത്തിന് ആരാണ് ഉത്തരവാദികളെന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരായ സ്റ്റാറിനും സ്വാതിയും ഈ ഘട്ടത്തിൽ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഡോക്ടർ സ്റ്റാറിൻ, ഇവിടെ മന്ത്രിയുടെ വാക്കുകൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് കാണുകയോ അല്ലെങ്കിൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ചോദിക്കുകയോ ഒന്നുമല്ല. പക്ഷേ മന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്, അതായത് എക്സ്പീരിയൻസ് കുറഞ്ഞവരാണ് എന്നുള്ളത്. അതൊരു സാമാന്യ ജനത്തിന് സ്വാഭാവികമായി മനസ്സിലാക്കുന്ന ഒന്നാണ്. 23 വയസ്സുള്ള ഒരു ഡോക്ടർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്ന്. നിങ്ങളുടെ സഹപ്രവർത്തകയ്ക്കുണ്ടായ ദാരുണാന്ത്യത്തിൽ ഞങ്ങളും ആ ദുഃഖം പങ്കുവെക്കുകയാണ്. ആ പങ്കുവെക്കലിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പരിചയസമ്പന്നത കുറവാണ് എങ്കിൽ ആ പരിഗണന നൽകിക്കൊണ്ടുള്ള സേവനമാണോ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്? അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളാണോ നിങ്ങളെ ഏൽപ്പിക്കാറുള്ളത്? ഞാൻ ഡോക്ടർ സ്റ്റാറിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി PG ആണ്. KMPJ-യുടെ വൈസ് പ്രസിഡന്റ് ആണ്. നമ്മളിന്നൊരു ദുഃഖകരമായ വാർത്തയാണ് അറിഞ്ഞത്. വന്ദനയുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും KMPJ-യുടെ പേരിലും അനുശോചനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത്, നമുക്ക് ഈ കുട്ടിയുടെ ഇൻഎക്സ്പീരിയൻസ് കാരണമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്തെന്ന്. ഈ ആരോഗ്യമന്ത്രി ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ ഒരു MBBS കരിക്കുലത്തിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല. കരാട്ടയോ കുംഫു അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇന്നുണ്ടായ ആ സമയത്ത് അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത്. അല്ലാണ്ട് ഒരു ഡോക്ടറിന്റെ ഇൻഎക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ. സ്വാതി, ഇപ്പോൾ കേരളത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കേരളം ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ കണ്ടാൽ മതിയോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, 5-6 മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അകത്ത് തന്നെ ICU ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർക്ക് ബൈസ്റ്റാൻഡറിൽ നിന്ന് മർദ്ദനമേറ്റത്. അതിനുശേഷം അന്ന് നമ്മൾ അസോസിയേഷനും ബാക്കി ഡോക്ടേഴ്സ് എല്ലാം സ്ട്രൈക്ക് വിളിക്കുകയുണ്ടായി. ആ ദിവസം കഴിഞ്ഞു. ഏതാനും കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോഴിക്കോട് സീനിയർ ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിന് വീണ്ടും ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് ആക്രമണം നേരിട്ടു. ഇതിപ്പോ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് കേരളത്തിൽ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പൊതുസമൂഹം കേരളത്തിലെ അല്ലെങ്കിൽ ഡോക്ടർമാരെ തല്ലുക അല്ലെങ്കിൽ ഡോക്ടർമാരോട് തിരിച്ച് ദേഹോപദ്രവം ചെയ്യുക എന്നുള്ളത് വളരെ നോർമലൈസ് ചെയ്തതാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാം, ഞങ്ങൾ PG സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിക്കാനായിട്ട് വന്ന PG വിദ്യാർത്ഥികളുണ്ട്. അവരാദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ചുകൂടെ സുരക്ഷിതമാണ് എന്നൊരു റീസണും കൂടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലരും ഇവിടെ വന്ന് PG പഠിക്കുന്നത് തന്നെ. PG ഉണ്ട്, UG സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് അവരും ഇവിടെ വന്ന് പഠിക്കുന്നത് ഒരു തെറ്റായ തീരുമാനമായി പോയോ എന്നൊരു ചോദ്യത്തിലേക്ക് നീളുന്ന തരത്തിലാണ് കേരളത്തിലെ മെഡിക്കൽ സമൂഹത്തിൽ ഇപ്പോൾ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഷാറിൻ, അതായത് ഈ വന്ദനയ്ക്ക് ഇത്തരത്തിൽ ഒരു സാഹചര്യമുണ്ടായത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഡോക്ടർ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ് എന്നാണ് തോന്നുന്നത്?
വന്ദനയ്ക്ക് ഇപ്പോൾ അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായതുള്ള ആ ആശുപത്രിയിൽ കൃത്യമായിട്ടുള്ള സുരക്ഷിത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം തന്നെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ഈ പ്രൊട്ടക്ഷൻ ആക്ടിന് തന്നെയാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ സുരക്ഷ നൽകേണ്ടവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സുരക്ഷ ഉണ്ടായില്ല. റൈറ്റ്. ഡോക്ടർ സാദി, അതോടൊപ്പം നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന ഗണത്തിൽ കൂടി പെടുത്താവുന്ന തരത്തിൽ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ പഠനം, ഉപരിപഠനം അല്ലെങ്കിൽ അതോടൊപ്പമുള്ള ജോലി അത് എത്രത്തോളം അധ്വാനം കൂടി നിറഞ്ഞതാണ്? ഇപ്പം ഒരു MBBS കഴിഞ്ഞ് ഒരു ഹൗസ് സർജൻസി കയറുക എന്ന് പറയുന്നത് 4.5 വർഷത്തെ പഠനം കഴിഞ്ഞാണ്. 4.5 വർഷത്തെ പഠനത്തിന് മുമ്പ് 1-2 വർഷം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു വിദ്യാർത്ഥി MBBSന് കയറുന്നത്. ഒരു ഹൗസ് സർജൻ എന്ന് പറയുമ്പോൾ 4.5 വർഷത്തെ MBBS പഠനം, അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 8-9 വർഷത്തെ പഠനം, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി PG എന്ന് പറയുന്നത് 12-13 വർഷത്തെ പഠനം കഴിഞ്ഞാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നത്. ഇത്രയും ദീർഘനാളം ഈ പഠനം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നങ്ങളുണ്ട്. 10-30 വയസ്സ് കഴിയുമ്പോഴാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരു ജീവിതം ആരംഭിക്കുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സ്വപ്നമുണ്ട്. വളരെ സ്വപ്നത്തോടു കൂടിയാണ് ഞങ്ങൾ ഒരു MBBS അല്ലെങ്കിൽ ഞങ്ങളൊരു ഡോക്ടറായി കാണണമെന്ന ആഗ്രഹത്തോടു കൂടി പറഞ്ഞു വിടുന്നത്. ഇപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോൾ പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളെ, ഇപ്പം ഞാനായാലും സ്റ്റാറിലായാലും വേറെ ഏതൊരു PG വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഹൗസ് സർജൻ ആയാലും അല്ലെങ്കിൽ ഒരു UG സ്റ്റുഡന്റ് ആയാലും എന്ത് ധൈര്യത്തിലാണ് MBBS കോഴ്സ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡോക്ടറായി കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വിടുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കൾ, വന്ദനയുടെ മാതാപിതാക്കളുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. ഇന്ന് വന്ദനയായിരുന്നെങ്കിൽ നാളെ ഞാനോ അല്ലെങ്കിൽ സ്റ്റാറിലോ എന്നൊരു അവസ്ഥയിലാണ് കേരളത്തിൽ ഇന്നത്തെ ഡോക്ടർ സമൂഹത്തിന്റെ സുരക്ഷ നിലനിൽക്കുന്നത്. അതായത് വലിയ ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് നിങ്ങളിലും. അതെ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ മാതാപിതാക്കളും രാവിലെ ഈ ഒരു ന്യൂസ് കണ്ട് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നതാണ്, ശരിക്കും ഇങ്ങനെയാണോ സംഭവിച്ചത്, കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ, കേരളത്തിൽ അങ്ങനെയാണോ MBBS പഠനം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ സുരക്ഷ ഇത്ര മാത്രമേ കേരളത്തിലുള്ളൂ എന്നാണ് ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളോടും ചോദിക്കുന്നത്. അവർക്ക് തിരിച്ചു പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഉത്തരമില്ല. പഠിച്ചു വരുന്ന UG സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഹൗസ് സർജൻസിലോട്ട് കയറാൻ പോകുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഹൗസ് സർജൻ കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും പറയാൻ ഉത്തരമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ഫസ്റ്റ് ഇയർ വരുന്ന MBBS വിദ്യാർത്ഥികളോട് നമ്മൾ പറയുന്നത് ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് മെഡിസിൻ പഠിച്ചിരിക്കേണ്ട ഒരാളാണ്. അത് കരിക്കുലത്തിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായ സ്വായത്തമാക്കി നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷ നോക്കിയിട്ട് മാത്രമേ ചികിത്സയിലോട്ട് തിരിയാവൂ എന്ന രീതിയിൽ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു MBBSന്റെ കരിക്കുലം പോലും നിൽക്കുന്നത്. ഡോക്ടർ ഷാരിൽ, ഇവിടെ ഈ ഭരണകൂടത്തോട് അല്ലെങ്കിൽ അധികൃതരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ ഹോസ്പിറ്റൽ സുരക്ഷയുടെ ഇതുകൾ കൂട്ടണം, നമുക്ക് സെക്യൂരിറ്റിയുടെ സിസ്റ്റംസ് കൂട്ടണം. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലായാലും ഒരു പേഷ്യന്റിന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡറല്ല, ഒന്നിൽ കൂടുതൽ ബൈസ്റ്റാൻഡറുകൾ ഉണ്ടാവും. അത് കാരണം ഇപ്പോൾ നമ്മുടെ കാഷ്വാലിറ്റിയിലാണെങ്കിൽ ഈ ട്രോളിയൊക്കെ ഉന്താൻ വരെ ബൈസ്റ്റാൻഡേഴ്സ് ആണ് പോകുന്നത്. നമുക്ക് അവിടെ നമ്മുടെ കോളേജിലൊക്കെ എഡിക്വേറ്റ് സ്റ്റാഫ് ഇല്ല. അപ്പൊ നമുക്ക് എഡിക്വേറ്റ് സ്റ്റാഫ് വെക്കണം, എഡിക്വേറ്റ് സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലായിരുന്നു. അപ്പൊ അതൊക്കെ അധികൃതർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇനി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാം. ശ്രീ ശരത്ത്, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതായത് ഈ വിഷയത്തെ വക്രീകരിക്കുകയോ അനാവശ്യമായി ടോപ്പിക്കിലേക്ക് കടക്കുകയോ ഒന്നുമല്ല. ഈ ഡോക്ടർമാരുടെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ വിഷയങ്ങളെയെല്ലാം ലഘൂകരിച്ച് കാണുന്നുണ്ടോ എന്ന സംശയം. മാത്രമല്ല, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതൊക്കെ ഒരാളുടെ സ്വകാര്യതയല്ലേ? അല്ലെങ്കിൽ സിനിമാ മേഖലയിലടക്കം ഈ വിഷയം കടന്നു വന്നതിന് ശേഷമൊന്നും ചെയ്യാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ പട്ടിക നൽകിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. പ്രൊഡ്യൂസർമാർ പട്ടിക നൽകുന്നില്ല, അമ്മ നൽകുന്നില്ല. ഇത്തരത്തിലൊക്കെയുള്ള പല പ്രതികരണങ്ങൾ പല ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും ഉണ്ടാകുന്നു. പക്ഷെ ലഹരി എത്രത്തോളം ഈ സമൂഹത്തിന് വിപത്തായി മാറുന്നുണ്ട് എന്നതിന്റെ സന്ദേശം കൂടിയാണ് ഇവിടെ ഈ വിഷയം നൽകുന്നത്. ഒന്ന് സുരക്ഷ, മറ്റൊന്ന് ലഹരി. ഇതിനകത്ത് നമ്മളുടെ MBBS വിദ്യാർത്ഥിനികൾ പ്രകടിപ്പിച്ച ആശങ്ക വളരെ പ്രസക്തമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കാൻ അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ CPIM പ്രതിജ്ഞാബദ്ധമാണ്. എനിക്ക് മറ്റു 2 കാര്യങ്ങളോടാണ് അതിൽ പ്രതികരിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ പറഞ്ഞ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇപ്പോ കേരളത്തിനകത്ത് ലഹരി ഉപയോഗം, അത് മയക്കുമരുന്ന്, MDMA പോലെയുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ലഹരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പയിനുകൾ
ഗവൺമെന്റ് തന്നെ ലഹരി വിമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും ഈ ചെറുപ്പത്തെ അവനവനിലേക്ക് ചുരുങ്ങുന്ന ചെറുപ്പം പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യം. ഇപ്പോ പല മെഡിക്കൽ കോളേജുകളിലും തന്നെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ വിദ്യാർത്ഥികളുടെ ചെറിയ പ്രായമുള്ള വിദ്യാർത്ഥികൾ പോലും വലിയ വലിയ ലഹരിയുടെ ഉപയോഗത്തിന് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം, അത് അമിതമായ ഉപയോഗം, ഇന്ന് നമ്മളുടെ പല ജയിലുകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജയിലുകളിൽ കിടക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഉപയോഗത്തിന്റെ ഭാഗമായി പല ക്രൈമുകളിലും പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി, ഈ ലഹരിയെ വിമുക്തി നേടുന്നതിന് വേണ്ടി ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ കേരളത്തിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അത് അപാലവൃന്ദം വരുന്ന ജനങ്ങളുടെ ഭാഗത്ത് പിന്തുണ ആവശ്യമുണ്ട്. സർക്കാർ എന്നുള്ള രീതിയിൽ അതിനകത്ത് നേതൃത്വം നൽകും. മറ്റൊരു കാര്യം, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ബഹുമാന്യനായ സക്കറിയ ജോർജ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യത്തോട് വലിയ വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ആളുകള് അവര് ഗുണ്ടകളും ക്രിമിനലുകളും ഒക്കെ ആവുന്നത് കൊണ്ടും അവരെ അനർഹരാകുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ്. പോലീസിലാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ക്രിമിനൽ വൽക്കരണത്തിനെതിരായിട്ടുള്ള ചർച്ചകൾ. ഇപ്പൊ ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും അധികം ക്രിമിനൽ വൽക്കരണത്തിന്റെ നടപടി എടുത്ത് പരിശോധിച്ചത് പോലീസിലാണെന്ന് കാണാം. അപ്പൊ സമൂഹത്തിനകത്ത് രാഷ്ട്രീയത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒക്കെ ഏത് മേഖലയിലാണെങ്കിലും ഏറിയും കുറഞ്ഞും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനെ പരിഹരിക്കാൻ, അല്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം കുഴപ്പമില്ല. തീർച്ചയായും ശരത്ത് സൂചിപ്പിക്കുന്ന പോലെ സമസ്ത മേഖലയിലും ഇത്തരം പുഴുക്കുത്തുകളുണ്ട്. പക്ഷേ ഇന്നലെ തന്നെ 100 കിലോ കഞ്ചാവ് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയിരുന്നു. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മുൻകാല നേതാവായിരുന്നു. ആലപ്പുഴയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് വരുന്ന പേരുകൾ ഉൾപ്പെടെയൊക്കെ രാഷ്ട്രീയക്കാരുടെ പേരുകളാണ്. പക്ഷെ രാഷ്ട്രീയക്കാർ പൊതുവെ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണല്ലോ ശരത്. അതുകൊണ്ടാണ് ഒരല്പം ഊന്നി പറഞ്ഞത് ആ വിഷയത്തെ. എന്തായാലും ഡോക്ടർ ശ്രീജിത്ത് കുമാർ, ഇവിടെ ശരത്തിനെ പോലെയുള്ളവർ ഒരു കാര്യം പറയുന്നുണ്ട്, CPM ആണ് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. ഉപയോഗിച്ചാലും അവരെ തടയുന്നതിന് വേണ്ടി ശക്തമായ നിലപാട് കേരളത്തിലെ പോലീസ് ഉണ്ടാകട്ടെ, തീർച്ചയായും ഉണ്ടാകട്ടെ. ശ്രീജിത്ത്, ഡോക്ടർ ശ്രീജിത്ത്, അതായത് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകും, സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ശരത്ത് പറയുമ്പോൾ അത് അത്രമേൽ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാൻ IMAക്ക് സാധിക്കുമോ? സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ അടിയന്തരാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് IMA ഓർഡിനൻസ് ആവശ്യപ്പെടുന്നത്. നിയമപരമായിട്ട് ഒരു നിയമം പുതുക്കി കൊണ്ടുവരാൻ അതിന് ചിലപ്പോൾ അതിന്റേതായിട്ടുള്ള കാലതാമസം ഉണ്ടാകാം. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല ഇത്. മാത്രവുമല്ല, വളരെ മുൻപ് തന്നെ സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട്, ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ആ ഗവൺമെന്റ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും CCTV ക്യാമറ വേണമെന്നും IMA തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഉൾപ്പെടെ CCTV ക്യാമറ, അതുപോലെ പോലീസ് ചെക്ക് പോസ്റ്റ്. പക്ഷെ അതിനകത്തൊന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോ ഇതിനകത്ത് ഇന്ന് തന്നെ ചിലർ എന്നോട് ചോദിച്ചു, ഈ ആശുപത്രി ആക്രമണങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ രോഗിയെ ആക്രമിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇവ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുമാതിരി മെഡിക്കൽ രംഗത്ത് ട്രെയിനിങ് ലഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന രോഗിയുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിനാണ്. അതിന് ഉള്ളൊരു സാഹചര്യം ഒരുക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടവും പോലീസും ബന്ധപ്പെട്ട അധികാരികളും നിയമവ്യവസ്ഥയും ഒക്കെയാണ്. അപ്പോ ഈ കോടതികളായാലും നിയമസഭയായാലും അതുപോലെ പോലീസ് ആയാലും ആഭ്യന്തര വകുപ്പായാലും എല്ലാവരും കൂടി ചേർന്ന് ആലോചിക്കണം എങ്ങനെ നമുക്കൊരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും. അസംഭവ്യമല്ല, ഇത് അസംഭവ്യമല്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒഴികെ ഒരു സ്ഥലത്തും ഇതുപോലെ ആക്രമണങ്ങൾ നടക്കുന്നില്ല. അതീവ സുരക്ഷാ മേഖലകളാണ്. മറ്റൊരിടത്തേക്കും ആർക്കും ഒരു അക്രമകാരിക്കും കടന്നു ഞാൻ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ഡോക്ടർ ലാല്, ഈ പറയുന്നത് പോലെ ഒരു സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ ഇതെല്ലാം തടയാൻ പറ്റുമെന്ന് പറയുമ്പോൾ പോലും ഒരു സർക്കാരിന് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ സാധിക്കുമോ എന്ന മറുചോദ്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ഉയരുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിലല്ല, ഈ ഗവൺമെന്റ് വന്നിട്ട് തന്നെ 7 വർഷമായില്ലേ, ഗവൺമെന്റല്ലേ. ഈ വിഷയം എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഗവൺമെന്റുകളോട് പറയുകയാണ്, വ്യത്യസ്ത ഗവൺമെന്റുകളോട്. അപ്പൊ ഇത് അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ ഇന്ന് രാവിലെ ഉടലെടുത്തൊരു സംഭവം അല്ലത്. അപ്പൊ ഇനിയും ഈ സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് നമുക്ക് ആലോചിച്ച് നോക്കണം. കേരളം ആരോഗ്യരംഗത്ത് എല്ലാ കാര്യത്തിലും മുന്നിലാണ്. നമ്മളൊക്കെ അഭിമാനിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങളിൽ. പക്ഷെ അവിടെ ഒരു ഡോക്ടറെ ഒരാൾ ആക്രമിക്കുമ്പോൾ പോലീസുകാരും കുത്തും വാങ്ങിച്ച് അവർ ഓടി രക്ഷപ്പെടുകയാണ്.
അവിടുത്തെ ഏതോ ടെലിവിഷനിൽ കണ്ടു, അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് ഞങ്ങളെ ഓടി രക്ഷപ്പെടാൻ പറ്റി, ആ പാവം മാഡത്തിന് അത് പറ്റിയില്ല. അപ്പൊ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തില് വലിയൊരു ആശുപത്രിയിലെ സ്റ്റാഫ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ ആക്രമണം ഉണ്ടായി ഓടി രക്ഷപ്പെടണമെന്നാണ്. വേറെ ആരും ലോകത്ത് രക്ഷിക്കാനില്ലെന്ന് സ്റ്റാഫ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് കേൾക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. ചില ചർച്ചകൾ ചിലർ പറയുന്നുണ്ട് ഡോക്ടർമാർ എന്തുകൊണ്ട് തിരിച്ചാക്രമിച്ചില്ല എന്ന്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആശുപത്രികളിൽ. ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെയാണ്, ജീവൻ രക്ഷിക്കാൻ പ്രതിയായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചൊരു കൊലപാതകം നടത്തിയ ഒരാളായാൽ പോലും അയാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾ ഞങ്ങളുടെ മുന്നിൽ രോഗിയാണ്. തീർച്ചയായും. അപ്പൊ ആശുപത്രികള് പരസ്പരം സംഘർഷത്തിന്റെ സ്ഥലമായി മാറരുത്. അവിടെ നമുക്ക് ചികിത്സിക്കാനേ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മന്ത്രി ഓഫീസ് നടക്കുമോ? ഇത് മറ്റു സ്ഥലത്ത് നടക്കും? ഇങ്ങനെ ഒരാളെ കൊണ്ട് വിട്ടിട്ട് പോലീസുകാർ കൈയും കെട്ടി നോക്കി നിൽക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ കോടതി ഉത്തരവിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പൊ രോഗിയുടെ സ്വകാര്യതയെ പറ്റിയാണ് പറയുന്നത്. ഒരാളെ പോലീസ് കൊണ്ടുവന്നാൽ, ഇപ്പൊ പോലീസ് കൊണ്ടുവന്നല്ല എന്ന് പോലും പറയുന്നു, പോലീസ് കൊണ്ടുവന്നാൽ അയാളുടെ രോഗവിവരങ്ങൾ ഡോക്ടറോട് പറയുന്നത് പോലീസുകാരൻ കേൾക്കേണ്ട കാര്യമില്ല. തീർച്ചയായും കസ്റ്റഡിയിലടക്കം മർദ്ദനത്തിനിരയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയന്ന് രോഗി പറയാതിരിക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. അവിടെ തെറ്റായ ഒരു പ്രചാരണം നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അതെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ സക്കറിയ, രോഗി ആയിട്ട് വന്ന ആള് ഡോക്ടർ ആക്രമിക്കുമ്പോൾ പോലീസുകാർ ഓടി രക്ഷപ്പെടാനല്ലേ പറയുന്നത്? തീർച്ചയായും അതാണ് ഞാൻ ആ പോലീസിലേക്ക്, താങ്കൾ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥരായതുകൊണ്ടാണ് ഈ പോലീസിലേക്ക് ആവർത്തിക്കപ്പെടുന്നത്. നേരത്തെ ഈ ഫയർഫോഴ്സ് നടത്തിയ ഒരു മോക്ക് ഡ്രിൽ ഉണ്ടായിരുന്നു. അവിടെ പാവപ്പെട്ട ഒരു യുവാവിനോട് എടുത്തു ചാടിക്കോ എന്ന് പറയുന്നു. സർവ്വസന്നാഹങ്ങളുമായി നിന്ന് ആ സംഘം കയ്യും കെട്ടി നിന്നു. ആ യുവാവ് മരിച്ചു. ആ യുവാവ് അനാഥനായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊന്നും അംഗമായിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കരടി കിണറ്റിൽ ചാടി സർവ്വസന്നാഹങ്ങളുമായി വന്നു, മയക്കുപിടി വെച്ചു, താഴെ പോയി എന്ന് നമ്മൾ പറയുന്നു, വെള്ളത്തിൽ മുങ്ങിച്ചത്തു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് കാറ്റിൽ ഒരു മരം മറിഞ്ഞു വീണത്. അത് മുറിക്കാൻ വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറ്റില്ല, സാധിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അയൽവാസിയായ ഒരാൾ മരം വെട്ടി മാറ്റുന്നു. ഇതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് ഒറ്റപ്പെട്ടതേ എന്ന് വിളിക്കാം. പക്ഷേ ഈ രണ്ട് ഡോക്ടർമാർ, സ്വാതിയും സ്റ്റിറിനും, പറഞ്ഞത് അവരുടെ കുടുംബം എത്രത്തോളം ആശങ്കപ്പെടുന്നു എന്നാണ്. അവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് നാളെ രക്ഷകരായി മാറേണ്ടത്. ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ എന്നൊരു ഭയവുമില്ലാതെ സ്വാതിക്കും സ്റ്റാലിനുമൊക്കെ ചികിത്സിക്കാൻ പറ്റണം. അതിന് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുവെങ്കിൽ എന്ത് ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ ഒരു പൊതുസമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക? ഇതിനകത്ത് വളരെ ഇൻസെക്യൂരിറ്റി ഡോക്ടേഴ്സിന് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എനിക്കിപ്പോൾ 1-2 ഹോസ്പിറ്റലിലെ ഇഷ്യൂസ് ഒക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ ഇടയിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇപ്പം ഈ ഉണ്ടായ ഇൻസിഡന്റ് 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഞാൻ ഈ ഡ്രഗിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, നമ്മൾ സർക്കാർ പല പ്രോഗ്രാംസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള അവസാനം പിടിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം പല ആൾക്കാരും നമ്മൾ പറയുന്ന സോ കോൾഡ് പദവിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല. NN വോറ എന്ന് പറഞ്ഞ മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന IAS ഉദ്യോഗസ്ഥൻ, സീനിയർ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പിന്നീട് ജമ്മു കാശ്മീർ അഡ്വൈസറായി, അത് കഴിഞ്ഞ് അദ്ദേഹം ഗവർണറുമായി. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടാണ്, പാർലമെന്റ് വെച്ചാണ്, സുപ്രീം കോടതി വെച്ചാണ്, അത് ഇന്ത്യൻ ലിറ്റിഗേറ്ററി ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ക്രിമിനൽ ഡിസ്പെൻസിംഗ് ജസ്റ്റിസ് സിസ്റ്റത്തിനകത്തെ ഒക്കെ അതിന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പൊ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പറയുന്ന ഡ്രഗും ഒക്കെ കഴിച്ച്, ആൽക്കഹോളും ഒക്കെ കഴിച്ച്, മിക്കവാറും ഈ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് പല ആൾക്കാരും കൂടെ ചെല്ലാറുണ്ട്. അവർ ആശുപത്രി രാത്രിയിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡോക്ടർമാർക്ക് ഇഷ്യൂ ഉണ്ട്. പലരും നാണക്കേട് കൊണ്ടും പിന്നെ ചെറിയ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ കണ്ണടയ്ക്കുവാണ്. അവർ ടോട്ടലി ഇൻസെക്യൂരിറ്റിയാണ്. നമ്മൾ ഇത് പറയുന്നത് ആരെ മോശമാക്കാനൊന്നും പറയില്ല. പക്ഷേ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഈ നമ്മളറിയാം മെഡിക്കൽ ഫീൽഡ് വളരെ അഡ്വാൻസ്ഡ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം UDF-ലും LDF-ലും എല്ലാം അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പൊ അതിലൊരാളെ ഒരു സേഫ് സീറ്റില് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇവിടുത്തെ മേജർ പൊളിറ്റിക്കൽ പാർട്ടി വിചാരിച്ച് അവരെ ജയിപ്പിച്ചിട്ട് അവരെ ആരോഗ്യവകുപ്പ് മന്ത്രിയാകട്ടെ. അപ്പൊ അവർക്ക് രോഗികളുടെ പ്രശ്നം അറിയാം, ഡോക്ടറുടെ പ്രശ്നം അറിയാം, സമൂഹത്തിന്റെ പ്രശ്നം അറിയാം, ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് മെഡിക്കൽ ടെക്നോളജി, ഇതെല്ലാം അറിയാം. നമുക്ക് ആവശ്യം എന്താണ്? നമ്മൾ നമ്പർ വൺ എന്ന് എഴുതി ഉപ്പ് ഭരണിയുടെ മേളിൽ പഞ്ചസാര എന്ന് എഴുതിക്കൊണ്ട് ഒരിക്കലും ഉപ്പ് പഞ്ചസാര ആകത്തില്ല. നമുക്ക് ബെസ്റ്റ് ആകണമെങ്കിൽ വി ഷുഡ് ഹാവ് ദ ബെസ്റ്റ് ടു ലീഡ് us. തീർച്ചയായും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പ പ്രതിരോധത്തിൽ പ്രളയകാലത്ത് കോവിഡ് സമയത്തെല്ലാം രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്ത്യക്ക് മുന്നിലെ ആരോഗ്യ മേഖലയിലെ ആരോഗ്യ സൂചികയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന
സംസ്ഥാനമായി മാറുന്നത്. പക്ഷേ അതേ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 138 ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്നത് നാണക്കേടാണ്. അതിനിടയിലാണ് വന്ദനയെപ്പോലെ ഒരു ഡോക്ടർ, അവർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ആ അച്ഛനമ്മമാർ വന്ദനയെ വളർത്തി വലുതാക്കി ഡോക്ടറാക്കിയത്. അവർ ചെറിയ ക്ലാസ് മുതൽ ഡോക്ടർ ആകണമെന്ന ആഗ്രഹത്തോടെ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. പക്ഷേ പൂമുട്ട് ആയിരിക്കെ തന്നെ, മുട്ടായിരിക്കുമ്പോൾ തന്നെ അടർന്നുപോയ ഒരു പശ്ചാത്തലം, അത് കേരളത്തിന്റെ മനസാക്ഷിക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ സംവിധാനത്തിൽ കാതലായ മാറ്റമുണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടത്. എല്ലാ അതിഥികൾക്കും നന്ദി. ഈ ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.